സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് വാഹനം വാങ്ങിയതിൽ ക്രമക്കേട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാങ്ങലുകൾക്ക് ടെൻഡർ വിളിക്കണമെന്ന ചട്ടം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെ ഉയർന്ന തുകയ്ക്കാണ് വാഹനങ്ങൾ വാങ്ങിയത്. ഇതുവഴി സർക്കാരിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 10 ലക്ഷമോ അതിൽ കൂടുതലോ തുക ചെലവാക്കിയുള്ള വാങ്ങലുകൾക്ക് പത്രത്തിൽ പരസ്യം നൽകി ടെൻഡർ വിളിക്കണമെന്നത് സർക്കാർ ചട്ടം. മന്ത്രിമാർക്ക് വാഹനം വാങ്ങാൻ ചെലവായത് 2.14 കോടി രൂപ. അതായത് മന്ത്രിമാർക്ക് വാഹനം വാങ്ങിയത് എല്ലാ ചട്ടങ്ങളും മറികടന്നെന്ന് വ്യക്തം. ടെൻഡർ ചട്ടം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെ ഉയർന്ന തുകയ്ക്ക് വാഹനം വാങ്ങിയും ടൂറിസം വകുപ്പ് ക്രമക്കേട് നടത്തി. വാഹനങ്ങൾ വാങ്ങുമ്പോൾ സപ്ലൈ ഓർഡർ നൽകുന്ന സമയത്തെ തുക നൽകണമെന്നതാണ് സർക്കാർ ചട്ടം. എന്നാൽ കമ്പനികൾ വാഹനം എത്തിച്ചു നൽകിയ ദിവസത്തെ തുകയ്ക്കാണ് ടൂറിസം വകുപ്പ് വാഹനങ്ങൾ വാങ്ങിയത്. ഇതിനായി വകുപ്പ് ഡയറക്ടർ പ്രത്യേക ഉത്തരവും ഇറക്കി. ഇവിടെയും സർക്കാരിന് നഷ്ടം. തീർന്നില്ല കാര്യങ്ങൾ. ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് വാഹനം വാങ്ങുന്നതിലും സർക്കാരിന് നഷ്ടമുണ്ടായി. ഇവിടെയും ഓപ്പൺ ടെൻഡർ വിളിച്ചില്ല. പകരം സ്വകാര്യ കമ്പനികൾക്ക് കൊട്ടേഷൻ മാത്രമാണ് നൽകിയത്. 1 ലക്ഷം രൂപ വരെയുള്ള വാങ്ങലുകൾക്കാണ് കൊട്ടേഷൻ വിളിക്കാവുന്നത്. അതായത് വാഹന ഇടപാടുകൾ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയതായി അക്കൗണ്ടന്റ് ജനറൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു. ടെൻഡർ വിളിച്ചിരുന്നെങ്കിൽ സർക്കാരിനുണ്ടാകാമായിരുന്ന സാമ്പത്തിക ലാഭമാണ് ടൂറിസം വകുപ്പ് അധികൃതർ സംശയകരമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത്. സർക്കാരിന് നഷ്ടമുണ്ടായ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കിയത് ആരാണ്? ഒന്നുറപ്പിക്കാം, അത് സ്വകാര്യ കമ്പനികൾ മാത്രമല്ല. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.